ദേശാഭിമാനി മുഖപ്രസംഗം 2025 ഫെബ്രുവരി 17. നവകേരളത്തിൻ്റെ സുവർണപഥങ്ങൾ. ഭൂത വർത്തമാന ഭാവികൾക്ക് കുളിരു പകരുന്നതാണ് സംസ്ഥാനത്ത് എക്കാലത്തും ഇടതുപക്ഷത്തിൻ്റെ ഭരണം. 1957 EMS സർക്കാർ മുതൽ ഇപ്പോൾ 8.5 വർഷത്തിലേറെയായി തുടർച്ചയായി ഭരിക്കുന്ന പിണറായി സർക്കാർ വരെ സ്വീകരിച്ച ധീരനൂതനമായ നടപടികൾ നാടിൻ്റെ മുന്നേറ്റത്തിലും ജനങ്ങളുടെ ജീവിതത്തിലും അർത്ഥവത്തായ മൗലികമായ വമ്പിച്ച മാറ്റങ്ങൾ കൊണ്ടുവന്നു. ബദൽ ദർശന സൂക്ഷ്മതയുടെ ഉദാത്ത മേഖലയിൽ നിന്നുകൊണ്ട് പിണറായി സർക്കാർ കേരളത്തെ നയിക്കുമ്പോൾ അത് കാലത്തിൻ്റെ മഹിത സൗഭാഗ്യമായി ജനങ്ങൾ തിരിച്ചറിയുന്നു. വസ്തുനിഷ്ഠമായി രാഷ്ട്രീയത്തിനതീതമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏതു മലയാളിയും നാടിൻ്റെ സർവതല സ്പർശിയായ വികസനത്തെ തൊട്ടറിയുന്നുണ്ട്. കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇടതുപക്ഷ ഭരണം തുടരേണ്ടതുണ്ടെന്ന് നല്ലൊരു വിഭാഗം ജനങ്ങൾ ചിന്തിക്കുന്നു. ഈ ചിന്തയുടെ തുടർ സ്പന്ദനങ്ങളും അനുരണനങ്ങളും സമൂഹത്തിലാകെ കാണാം. ഒന്നാമത് എന്നത് ശീലമാക്കിയാണ് സംസ്ഥാനം മുന്നേറുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, വികേന്ദ്രീകൃത ഭരണനിർവഹണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ കാര്യങ്ങളിൽ കേരളം നേരത്തെ തന്നെ രാജ്യത്തിന് മാതൃകയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൗകര്യ വികസനം, വ്യവസായ വളർച്ച, മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചു. സൗജന്യ ചികിത്സയിൽ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ, സുസ്ഥിര വികസന സൂചികകളിൽ കേരളം രാജ്യത്ത് ഒന്നാമതായി. നമ്മുടെ ചികിത്സാലയങ്ങൾ സെൻറ്റർ ഓഫ് എക്സലൻസായി. ഏത് പ്രതിസന്ധിയിലും പതറാത്ത കേരളം നേട്ടങ്ങളുടെ തുടർച്ചകളിലൂടെ കടന്നുപോകുന്നു. ഈയൊരു പശ്ചാത്തലത്തിൽ വേണം വ്യവസായ മേഖലയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടത്തെ പ്രശംസിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം എഴുതിയ ലേഖനത്തെ കാണാൻ. ആ ലേഖനം സമൂഹ ശ്രദ്ധ പിടിച്ചുപറ്റി, ചർച്ചയായി. സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ അഭൂതപൂർവമായ വളർച്ച, വ്യവസായ സാഹചര്യങ്ങൾ അങ്ങേയറ്റം അനുകൂലമാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ 1ാം സ്ഥാനം, ചുവപ്പുനാടകളുടെ കടുംകെട്ടുകളില്ലാതെ നിമിഷവേഗത്തിൽ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാവുന്ന സ്ഥിതി എന്നിവയൊക്കെ വസ്തുതകളുടെ പിൻബലത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് അതിശയകരമായ മുന്നേറ്റമുണ്ടായി എന്നതും നല്ലത് കണ്ടാൽ നല്ലത് പറയുമെന്നും അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിനു വേണ്ടി ചിന്തിക്കണമെന്നും തരൂർ പറയുമ്പോൾ വസ്തുതകൾ പഠിക്കുന്ന മലയാളി മനസ്സുകൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ട്. തൻ്റെ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് അദ്ദേഹം ഞായറാഴ്ച വീണ്ടും പറഞ്ഞു. തരൂരിനെ കൂടാതെ ഒട്ടേറെ പ്രമുഖ വ്യവസായികളും ഇവിടുത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നാട് ഭരണമികവിൻ്റെ യഥാർത്ഥ ചിത്രം കണ്ടറിയുമ്പോൾ, അനുഭവിച്ചറിയുമ്പോൾ ഇതൊന്നും ഈ നാട്ടിൽ സംഭവിക്കുന്നില്ലെന്ന് പറയാൻ അസാമാന്യ തൊലിക്കട്ടിയും ഉളുപ്പില്ലായ്മയും വേണം. മനസ്സിൽ അത്രമാത്രം കേരള വിരുദ്ധത വേണം. പ്രതിപക്ഷ നേതാവും ഒരുപറ്റം കോൺഗ്രസ് നേതാക്കളും ചില മാധ്യമങ്ങളും ഈ ഗണത്തിൽപ്പെട്ടവരാണെന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. പക്ഷേ പറയാതെ വയ്യ. ഒന്നിനെയും അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇവരുടെ നിലപാട്. മാത്രമല്ല, രാഷ്ട്രീയ ശത്രുതയോടെ കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുമ്പോഴെല്ലാം കൈയടിക്കുകയും ചെയ്യുന്നു. കേരളം പ്രതിസന്ധികളുടെ കൊടും ചുഴിയിൽപ്പെട്ട് കഷ്ടപ്പെടണമെന്നും കരകയറരുത് എന്നുമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഈ നീച മനസ്ഥിതി ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നു മാത്രം പറയട്ടെ. തരൂരിനെയും ഇക്കൂട്ടർ തള്ളിപ്പറയുന്നത് കേരളം കേട്ടു. മലയാളികളാകെ അഭിമാനം കൊണ്ട നിമിഷങ്ങൾക്കാണ് ശനിയാഴ്ച കേരളം സാക്ഷ്യം വഹിച്ചതെന്നും ഇതോടൊപ്പം ചേർത്തു പറയേണ്ടതുണ്ട്. മലയോര ഹൈവേയുടെ കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചതാണ് സൂചിപ്പിച്ചത്. സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ഒട്ടേറെ ഈടുറ്റ പദ്ധതികൾ നടപ്പാക്കിയ സർക്കാരിൻ്റെ സുപ്രധാന ലക്ഷ്യമാണ് റോഡുകളുടെ വികസനം. വ്യവസായ മുന്നേറ്റത്തിനും വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയ്ക്കുമെല്ലാം ഗതാഗത കുരുക്കില്ലാത്ത, സമയനഷ്ടമില്ലാത്ത സുഗമമായ യാത്ര അനിവാര്യമാണ്. ദേശീയപാത, തീരദേശ, മലയോര പാതകൾ എന്നിവ ഉൾപ്പെടെ റോഡ് വികസനത്തിൽ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടെയുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിൽ ഓരോ രംഗത്തും നവകേരളത്തിൻ്റെ ദൃഢമായ സുവർണ പഥങ്ങൾ ഒരുങ്ങുകയാണ്. കാലം അതിന് സാക്ഷ്യം വഹിക്കുകയാണ്.